കൊഴുക്കട്ട അല്ലെങ്കിൽ പിടി പല വിധത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. ഇതെനിക്ക് പേരമ്മ പറഞ്ഞു തന്നതാണ് കേട്ടോ. അതുവരെ എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടതെന്ന്. ഇത് പറഞ്ഞു തന്നതിന് ശേഷം കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്കും പറഞ്ഞു തരാം. 1 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് പുഴുങ്ങലരി, അത് തലേന്ന് കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ അല്പം തേങ്ങയും കൂട്ടി ഒരു മീഡിയം രീതിയിൽ അരച്ചെടുക്കുക. മുഴുവൻ സ്മൂത്തായിട്ട് അരയാൻ പാടില്ല, തരി പാകത്തിന് ഉപ്പും ചേർക്കണേ മാവിലേക്ക്. ഈ അരച്ചെടുത്ത മാവ് ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ചെയ്യേണ്ട, ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഈ ഒരു പാകമായിട്ട് വരും. നമുക്ക് സുഖമായിട്ട് ഈ മാവ് ബോളാക്കാം. നമുക്ക് ഉരുളകളാക്കി മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാം. തിളച്ച വെള്ളത്തിലേക്ക് ഈ ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇടുമ്പം ഒടിഞ്ഞു പോകുമെന്നൊന്നും പേടിക്കണ്ട കേട്ടോ. പിന്നെ ഈ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം നമുക്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ വെള്ളം കൂടെ ആഡ് ചെയ്യുമ്പം നല്ല കൊഴുപ്പ് കിട്ടും. ഇത് നമുക്ക് കഞ്ഞിവെള്ളം പോലെ കുടിക്കുകയും ചെയ്യാം. ഈ ഉരുളകൾ വെന്ത് കഴിയുമ്പം അത് അല്പം പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് നമുക്കത് വെന്തോന്ന് ചെക്ക് ചെയ്യാം. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കും വയസ്സായവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഫുഡാണ്. ഇതിൻ്റെ കൂടെ ഞാൻ സാധാരണ ഉണ്ടാക്കാറ് ഈ ചട്നിയാണ്. അത് നമ്മൾ തേങ്ങയും തൈരും പച്ചമുളകും കൂട്ടി അരയ്ക്കുക. ഉപ്പ് ഇട്ടിട്ട് അരച്ച് അതിലേക്ക് നമ്മളൊരു നല്ല വറവിട്ട് കൊടുക്കുക. കടുക്, മുളക്, ഉലുവ, കറിവേപ്പില. ഈ ഒരു ചട്നി ഇതുമായിട്ട് നല്ല മാച്ച് ചെയ്യുന്നതാണ്. എനിക്ക് ഒട്ടും മടുക്കാറില്ല. അങ്ങനെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കഴിഞ്ഞു കേട്ടോ.